ആളുടെ അടുത്ത് ഇന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതേപോലെ ഓവുലേറ്റിംഗ് ടൈമിലാണെങ്കിൽ നമ്മൾ ഭയങ്കര കാമായിരിക്കും, ഭയങ്കര കൂളായിരിക്കും, ചില്ലായിരിക്കും. അപ്പം അത് എൻ്റെ സാറുണ്ടായിരുന്നു, ഞാനിങ്ങനെ സൈക്കോളജി പഠിക്കുന്ന സമയത്തുള്ള സാറെപ്പോഴും പറയാൻ എന്താണെന്നറിയോ, ചില ബെഗേഴ്സിന് ചില സ്ത്രീകളെ കണ്ടാൽ അറിയാൻ പോലും അവർ ഓവുലേറ്റിംഗ് ആണ്, എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു. അപ്പം ആ സൈക്കിള് നോക്കിയിട്ട് അതേ സമയത്ത് പിറ്റത്തെ മാസം വരുന്നു. അപ്പോൾ അത്രയും നമ്മുടെ സ്വഭാവവും നമ്മളുടെ ഇതൊക്കെ കണക്റ്റഡ് ആണ്, നമ്മുടെ ഹോർമോൺസുമായിട്ട് കണക്റ്റഡ് ആണ് ഡെയിലി ലൈഫിൽ. അത് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്, അത് തീരെ മനസ്സിലാക്കാത്ത മണ്ടന്മാരായ ഹസ്ബൻഡ്സും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ. ഇപ്പം ഷിബില എന്നോട് ചോദിച്ചത്, ഞാൻ ഭയങ്കര ടയേർഡാണ്, എല്ലാം എന്തോ സംഭവിക്കുന്നു, എങ്ങനെയാണ് മനസ്സിലാവാന്നല്ലേ? എന്തോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു നോർമൽ ടയർഡ്നെസ് ആണ്. അതെങ്ങനെയാണ്? അത് ആക്ച്വലി ഇപ്പം നമ്മൾ ഭയങ്കര ടയർഡാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ എനിക്ക് ഭയങ്കര ക്ഷീണം, എന്തെങ്കിലും കഴിക്കാം അല്ലേ? അപ്പം നമ്മൾ പോയിട്ടൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു കഷ്ണം കേക്ക് അല്ലെങ്കിൽ ഒരു മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനം, അതാണ് യൂഷ്വലി നമ്മൾ കുറച്ചൊന്ന് ചാർജ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് കഴിക്കുക. അതല്ലെങ്കിൽ ഒന്ന് കുറച്ച് കിടന്നുറങ്ങിക്കളയാം എന്ന് നമ്മൾ വിചാരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആവാൻ നമ്മൾ വിചാരിക്കും, എന്നാൽ എവിടെയെങ്കിലും പോവാം എന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു റൈഡിനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അവിടെ കൂടൊപ്പം എങ്ങനെയെങ്കിലും പോവുക. ഇപ്പോൾ അതൊക്കെ കുറച്ചൊരു സ്വാഭാവികമായിട്ടും വരുന്നുള്ളൊരു സാധനമാണല്ലോ. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും ആ ക്ഷീണം മാറുന്നില്ല എങ്കിൽ സംതിങ് ഈസ് ചേഞ്ചിങ്, സംതിങ് ഡീപ്പർ ഈസ് ദർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ടയർഡായിട്ട് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും, യൂഷ്വലി ചെയ്യുന്ന എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് മാറ്റം കാണുന്നില്ല എങ്കിൽ സംതിങ് ഡീപ്പർ ഈസ് ദർ. അതാണ് അതിന്റെ ഇൻഡിക്കേഷൻ. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ.